കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല രസം കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്പ ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. എത്ര ഹൈറ്റ് ഉണ്ടെന്ന് അറിയില്ല, എന്നാലും ഭയങ്കര ഹൈറ്റാണ്. ഒരു 3 ആൾ പൊക്കത്തിലൊക്കെ ഉണ്ട്, 3 4 അത്ര ഹൈറ്റിലാട്ടോ ഈ പറയുന്നത്. ഭംഗിയുണ്ട് കാണാൻ. നല്ല വെയിലുണ്ട്. നാട്ടിലത്ര ചൂടില്ല, ഇത്ര അങ്ങനെ പൊള്ളണ ചൂടല്ല, പക്ഷെ വെയിലുണ്ട്. അങ്ങനെ ഇവർ പറയുന്നുണ്ട് ഗേസ് ഗോസ്റ്റ് ഹൗസൊക്കെ എന്താണെന്നറിയില്ല കേട്ടോ. ഭംഗിയില്ലത് കാണാൻ. ഇതൊരു ബസ് വരുന്നുണ്ട്, ബസ് കാണിച്ചു തരാം. സീനറികളെ ഇവരുമാരും എന്തിനാന്നാവോ ഈ ബോർഡൊക്കെ വായിക്കണം. എന്തിനൊക്കെ ഒന്നും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചുമ്മാ നോക്കണേന്നോട്ട് കേസ് മനസ്സിലാവുള്ള. എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇവർ അങ്ങോട്ടല്ല ഇങ്ങോട്ടാ കൊണ്ട്, ഇങ്ങോട്ടല്ല അങ്ങോട്ടാ കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ട്. Come, those kids. Okay. എന്തൊക്കെയോ പറയട്ടെ കണ്ടോ. ഇവള് പറയാണ് ഇതിൽ കൂടെ പോവാന്ന്, അപ്പോൾ ഇവള് പറയാണ് അങ്ങനെ പോകണ്ടെന്ന്. ഇങ്ങനെ ഇവരൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഗൈസ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫിനിഷ് ചെയ്യാം. ഇവളെന്തോ കണ്ടുപിടിച്ചു കേട്ടോ. ഇവർ പിന്നെ ഉണ്ടല്ലോ, നമ്മൾ വിളിച്ചാലും ഇവർ വരുമൊന്നുമില്ല. മലയാളത്തിൽ പറഞ്ഞവർക്ക് മനസ്സിലാവില്ലല്ലോ. എങ്ങനെയൊക്കെയോ വിളിച്ച് ഇവരെ കൊണ്ട് ഞാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ മഞ്ഞപ്പൂവുണ്ട്, നല്ല ഭംഗിയുള്ള പോലെ കണിക്കൊന്ന പോലത്തെ പൂവാണ് ഗൈസ്. പക്ഷേ ഇത് ശരിക്കും കണിക്കൊന്നല്ല, അത് മരമാണല്ലോ. ഇതിങ്ങനെ ചെറിയ നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ ബ്ലൂ കുറേ ഉണ്ട് ഗൈസ്. ഇത് കുറേ നടയുണ്ട്. ഞാൻ വിചാരിച്ചു വലിയ രസമുണ്ടാവും. ഇപ്പം ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ അത് കയറണം. ഓരോ തൂണിൽ ഓരോ ഫോട്ടോ എല്ലാം പ്രതിമയുണ്ട് ഗൈസ്. ഉണ്ടോ ഇവിടെ കണ്ടോ ഇങ്ങനെ, ഇവിടെ ഉണ്ടോ ഇങ്ങനെ. ട്രിപ്പൻ
how the first bit how ഞാൻ ഇവിടെയൊക്കെ എത്തി കേസ്. സൂപ്പർ. സ്റ്റെപ്പ് കയറി വന്നിട്ട് നടക്കുക, അതൊക്കെയാണ് കേസ്. പ്രായമായെന്ന് മനസ്സിലാണ്. അങ്ങനെ ഊട്ടി മൈസൂരൊക്കെ പോകുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഈ വാട്ടർ ഫൗണ്ടനിൽ വെള്ളമൊക്കെ വന്ന് മേത്തേക്ക് തെറിക്കുന്നു. ഇതാണ് കേസ്. ഇതൊന്നും കൊട്ടാരം റിനോവേറ്റ് ചെയ്യാൻ കേട്ടോ. അവിടെ എന്തൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഓ, ഈ രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു ഇത് കേട്ടോ. ഫ്രൈഡറിച്ച് വില്യംസ്, ഇങ്ങനെയാണ് ഇയാളുടെ പേര്. 4 അല്ലേ ഇത്? 4. ഫ്രൈഡറിച്ച് വില്യം. ഉണ്ടോ, ഇയാളെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് കഴിച്ച് അയാൾ നിൽക്കുന്നത് കണ്ടോ, സൂപ്പറല്ലേ? സൂപ്പർ. ഭയങ്കര വലിയൊരു സംഭവം. അവിടെ ഒരു ബ്രൈഡിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. ഇവരതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഇനി കുറച്ച് നേരം ഞാനും നോക്കട്ടെ. പനിയൊക്കെ നോക്കി കേസ്. പനിയിൽ ഈത്തപ്പഴം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേസ്. എന്താ എൻ്റെ പേര്, കുരു. അങ്ങനെ ഇവിടെ കണ്ട ഒരു മനുഷ്യൻ പട്ടീനെ കൊണ്ട് ഇവർ എവിടെ പോയാലും ഒരു മക്കളെ പോലെ പട്ടീനെയും പൂച്ചേനെയും അണ്ണാനെയും പൊളിച്ചുകൊണ്ട് പോകും കേസ്. അങ്ങനെ ആ ബ്രൈഡൊക്കെ തുണിയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോവുകയാണ് കേസ്. ഞാനിവിടെ വീണ്ടും വഴി നോക്കണം. ഓ, ഇത് വല്ലാത്തൊരു പണിയാണ്. നോക്കാൻ തന്നെ ഈ പെണ്ണ് പറയാം. അപ്പോൾ ഞാനിത് നോക്കുന്നില്ല, ഞാൻ വീട്ടിൽ പോകാമെന്ന്. അപ്പം എന്നൊക്കെ മടുത്തുമെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ ഫ്ലാഗ് പോലെ ഇവിടെ എന്തുകൊണ്ട് ഗെയ്സ് നോക്കൂ. പക്ഷെ അത് ഇന്ത്യയുടെ ഫ്ലാഗല്ല ഗെയ്സ്, വേറെ എന്താണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ, സൂപ്പർ. നല്ല ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. നല്ല രസമല്ലേ? ആ, ഇതിൻ്റെ പേരാണ് ഒറാങ്കറി പാലസ്. ഓ, ഇത് വായിക്കണം ഗൈസ്. എനിക്ക് പിന്നെ ഇംഗ്ലീഷും ജർമ്മനും അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും വായിച്ചില്ല ഗൈസ്. ഇവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് ഗൈസ്. നോക്കി ഇവിടെ അടച്ചിട്ടേക്കുക. പക്ഷേ കണ്ടോ, ഇവിടെ എന്തോ പണി നടക്കുമെന്ന് തോന്നുന്നു. പക്ഷെ സാധനങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. എന്നൊക്കെ പണ്ടത്തെ അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഗ്ലാസ് ഉണ്ട് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റൂല. പക്ഷെ അവർക്ക് അതുണ്ടോ, നല്ല ഭംഗിയായിട്ട് അവർ എൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് ഗൈസ്.